ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഇഫ്താർ സ്പെഷ്യൽ പഴംപൊരിയാണ്. പല നാടുകളിൽ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സ്വന്തം പഴംപൊരി. പല സ്ഥലങ്ങളിൽ വാഴയ്ക്കാപ്പം, ഏത്തയ്ക്കാപ്പം, രതീഷ് അങ്ങനെ പല വിളിപ്പേരുകളുള്ള നമ്മുടെ സ്വന്തം പഴംപൊരി. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഈ പഴംപൊരി എൻ്റെ റെസിപ്പിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എളുപ്പമുള്ളൊരു പലഹാരമാണ് നമ്മുടെ സ്വന്തം പഴംപൊരി. അപ്പോൾ എൻ്റെ കുറച്ച് പൊടിക്കൈയൊക്കെ ആയിട്ട് ഇതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വേണ്ടത് നല്ല പഴുത്തൊരു പഴമാണ്. എപ്പോഴും പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഉള്ളൊരു പഴം വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മൈദപ്പൊടി. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് ഓളം അരിപ്പൊടിയാണ് വേണ്ടത്. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ്. നമുക്ക് കുറച്ച് മധുരമൊക്കെ വേണ്ടുന്നവർക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാനുള്ള വാട്ടർ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ പഴത്തെ എടുക്കുക, നടുവേ ഒന്ന് കീറുക, ശേഷം അത് 4 പീസായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേരാണോ കഴിക്കാനുള്ളത് അതിനനുസരിച്ച് പഴം എടുക്കാം, അതിനനുസരിച്ച് കട്ട് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത പഴമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടി നമ്മൾ ക്രിസ്പിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1.5 സ്പൂൺ കോൺഫ്ലവർ, ഇത് നമുക്ക് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഷുഗർ ഇത്ര ആഡ് ചെയ്യുക. ഇനി 1 സ്പൂൺ സാൾട്ട് ആഡ് ചെയ്യുക. ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ട കെട്ടാതെ, ഒരുപാട് ലൂസാവാതെ ഒരുപാട് കട്ടിയാവാതെ ഒരു മീഡിയം പരുവത്തിൽ വേണം ഇതിനെ നമുക്ക് മിക്സാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ഇതുപോലൊരു ബാറ്റർ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മളൊരു ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് നല്ലൊരു മണത്തിനൊക്കെ വേണ്ടി. ഇനി നമ്മൾ 1 സ്പൂൺ സോഡാപ്പൊടി ഇടാം. സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരു 1/2 അവർ നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. ശേഷം നമ്മുടെ പഴം ഇതിലേക്കിട്ട് നന്നായിട്ട് മുക്കി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, നന്നായിട്ട് എണ്ണ ഒഴിക്കുക, ഒരു പൊരിപ്പിട്ട് നോക്കാം എണ്ണ ചൂടായോന്ന്. ശേഷം നമ്മുടെ പഴംപൊരി ചേട്ടന്മാരെ എല്ലാ എണ്ണയിലും ഇട്ടങ്ങോട്ട് വറുത്ത് കോരി അങ്ങോട്ട് എടുക്കുക. നമ്മുടെ പഴംപൊരി നന്നായിട്ട് വെന്ത് നല്ലപോലെ മൂത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി വെച്ച് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇനിയും പുതിയ തരം പലഹാരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ആ സൗണ്ട് കേട്ടോ, അത് നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടുകാരെ. ബൈ, ലവ് യു ഓൾ.